റാഷിയെ പെരുന്നാളൊക്കെ അല്ലേ, നമുക്കൊരു പെരുന്നാൾ ഗിഫ്റ്റ് കൊടുത്താലോ? എങ്ങനെ ഉണ്ടാവും? ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. മാഷാ അല്ലാഹ്. രാവിലെ തന്നെ നീച്ചപ്പോൾ പള്ളിക്ക് കൊണ്ട് ഇറങ്ങിയതാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വരാം അല്ലേ റാഷിയ? പൊരിക്കണ്ടേ? പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് മക്കളെ. സർപ്രൈസ് ഐറ്റംസ് പറഞ്ഞാൽ സർപ്രൈസ് ഐറ്റംസ്. അപ്പൊ എന്താ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ജിൽഷാദ് ജിൽഷാദ് ഈദ് മുബാറക്ക്. വീട് രണ്ടാം ഘട്ടം ഇറങ്ങിയോ? അപ്പളേ പറഞ്ഞ ബുള്ളറ്റ് എടുത്ത് തരാതെ പിന്നെ എന്തായാലും മഴയുടെ ഒരു സീൻ കൊണ്ട് പെയ്യെന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്ത് നോമ്പോയിട്ട് ഒരു വണ്ടി എല്ലാവർക്കും ആദ്യം ഈദ് മുബാറക്ക് അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് വിശേഷം മക്കളെ? എല്ലാവർക്കും സുഖമല്ലേ? പെരുന്നാളായിട്ട് എന്തൊക്കെ പരിപാടി കമന്റ് ഇടുക. എങ്ങോട്ടാ യാത്ര? പിന്നെ ഞാൻ എന്റെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അയ്യോ ഞാൻ ഉള്ളിലെടുക്കുന്ന ഇന്നർ മാത്രം, വേറെ ഒന്നല്ല. നമുക്കുണ്ട്. ഞാൻ ഇന്ന് പെരുന്നാൾ വൈറ്റ് വെള്ളം വെള്ളമായിട്ടുണ്ട്. പിന്നെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. നമ്മളൊക്കെ പാട്ടിനൊക്കെ ഇടക്കിടക്ക് എടുക്കുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ അതിനായിട്ട് സ്പെഷ്യലായിട്ട് പെരുന്നാളായിട്ട് സ്പെഷ്യലായിട്ട് എടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണ്ടേ, ഒരു രസമല്ലേ? അപ്പൊ അങ്ങനെ എടുത്തു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിരിക്കുന്നതിന്റെ ഒപ്പം കുറെ കുട്ടികളെ നമ്മൾ ചിരിപ്പിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തെടുത്ത് നിങ്ങളൊക്കെ സപ്പോർട്ടിലുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ സപ്പോർട്ടും നമ്മളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും എല്ലാം കൊണ്ടും കൂടിയിട്ട് അതൊക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷം പ്രത്യേകമായിട്ട് ഈ ഒരു പെരുന്നാക്കല്ല, സോറി കഴിഞ്ഞ പെരുന്നാക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സന്തോഷത്തിന്റെ ഇടയിലൊക്കെ ഞങ്ങള് ഓരോ സന്തോഷത്തിന്റെ ഇടയിൽ ഞങ്ങളുണ്ട്. നമുക്ക് ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ പള്ളിക്കൊക്കെ പോവാണ്. അപ്പൊ രാവിലത്തെ നീച്ചാ പോയി എന്നും എല്ലാ പ്രാവശ്യം ഞാനുടെ ജിൽഷാനെ വിളിക്കല് ഇത്ര മണിക്കാർ നേരത്തെ പോട്ടൊക്കെ വരും. ഇതിപ്പൊക്കെ വിളിച്ചിട്ട് ഓൻ വിളിച്ചിട്ട് ഞാൻ എന്നെ എണീക്കണത്. എന്തായാലും കുറച്ച് ലൈറ്റായി വിട്ടു. ഇന്നലെ മൂട്ടിട്ടാനും പറ്റില്ലടോ. ഓൻ 2 മണിക്ക് വിളിക്കാറുണ്ട്, കളോ വിളിച്ചില്ല. അപ്പൊ ഞങ്ങൾ പള്ളിക്കൊക്കെ പോവാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്തായാലും അല്ലേ ജിൽഷ? അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് എല്ലാവരും പലരും വീട്ടിൽ ഫുഡ് എന്തൊക്കെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തൊക്കെ ഫുഡ് ഇതിൽ കമന്റ് ഇടണം അല്ലേ? ഞങ്ങൾ എൻ്റെ വീട്ടിൽ ചോറും നല്ല കോഴി വരട്ടിയത്, ചിക്കൻ വരട്ടിയത്, ബീഫ് വരട്ടിയത്, പിന്നെ പയറുപ്പേരി, പിന്നെ നല്ല കടുമാങ്ങച്ചാർ. എൻ്റെ മോനെ കടുമാങ്ങച്ചാറുണ്ട്. പിന്നെന്താ പേരുണ്ടാവും. പിന്നെ പുളിഞ്ചി ഉണ്ടാവും, മുളക് ഉണ്ടാവും, പൊളി മുളക്, പിന്നെ ചേനപ്പേര്. വേറെ സംഭവം കിട്ടോ. എന്തായാലും ഇവന്റെ വീട്ടിലേക്ക് ചോക്കബാറിന്റെ ഓട്ടം ചോദിച്ചാതെ ചോക്കബാർ കൊണ്ടുകൊടുത്ത് എങ്ങോട്ട് ഇവിടുന്നല്ലോ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ പായസം കിട്ടും. ഒരമ്മ ഉണ്ടാക്കുന്ന പായസം, ഒരടപ്പുറമത പായസം. ഓ മാഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വിഭവം കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കാണിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഞങ്ങള് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. പള്ളിക്കൊക്കെ നേരെ കയറട്ടെ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ മഹല്ലായ പള്ളിക്കൊക്കെ ഇങ്ങനെ പോകട്ടെ മക്കളെ. ഇതാണ് ഞങ്ങളുടെ പള്ളിക്ക് എത്തിയിട്ടുണ്ട്. എല്ലാരും പുത്തൻ കുപ്പായിട്ട് കാക്കുപിടിക്ക് എത്തിയോ? സൈഡൊക്കെ ആരെങ്കിലും പാർക്കിംഗ് ഏരിയ ഇട്ടത് ഇവിടെ വിട്ടോ ഫുള്ളായിട്ടൊക്കെ വരുന്ന പള്ളിക്കൊക്കെ എത്തിയിട്ട് ഗൈസ്. മക്കളെ നിസ്കാരം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് റാഷ അപ്പൊ നമ്മൾ സർപ്രൈസ് നടക്കും. മറ്റേ സർപ്രൈസ് ആണ്. ഓക്കെ ഇത് സംഭവം ഓൾക്കല്ല, എൻ്റെ ഉമ്മാക്ക് വേണ്ടിട്ട് കേട്ടോ. ഉമ്മാക്ക് സർപ്രൈസ് ഗിഫ്റ്റ് എടുക്കാൻ വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് എന്താ ഇതില് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഇംഗ്ലീഷ് അറിയാത്തവരാണ് നമുക്കറിയില്ല അല്ലേ. ഷുഗർ ഫിൽസിന്റെ വക കേട്ടോ മക്കളെ റാഷിയ പറഞ്ഞു എനിക്കല്ലേ ഗിഫ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ റാഷിയെ ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ആ പാവങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ. അപ്പോൾ പോയപ്പോൾ നേരെ ഷുഗർ ഫിൽസുകാരെ വിളിച്ചിരുന്നു. സഫാന ഉമ്മക്കൊരു സംഭവം ഉണ്ട്, അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നേരെ ഉമ്മക്ക് പോയപ്പോൾ സാധനം കിട്ടിയതാണ്. പക്ഷെ ഇത് എന്തൊക്കെ അജിമാനെ ഷുഗർ ഫിൽസ് അപ്പൊ എന്തായാലും മുട്ടായൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇതാവടി. പക്ഷെ നല്ല കനുണ്ട് കേട്ടോ. ദുബായ് വെട്ടി പോലെ നല്ല കനുണ്ട്. ഗാനങ്ങളുടെ ഉമ്മാനോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അറിയില്ല. ഉമ്മക്ക് കാണിച്ചു കൊടുക്കണം എന്തൊക്കെയാ. എന്തായാലും
പെരുന്നാളായിട്ട് മൂപ്പരാളെ വക ഷോർട്ട് ഫിൽസിൻ്റെ വക കിട്ടോ നമ്മൾ മധുരപ്രേമികൾക്ക് പറ്റിയ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അറിയില്ല, നല്ല കനം ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ മേക്കപ്പ് ഷൂട്ടിങ് പോകുമ്പോൾ മേക്കപ്പായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പറ്റിയത് അല്ലേ? രാശി അണക്കെന്താ ഗിഫ്റ്റ് ഒന്നും കിട്ടാത്ത ഉമ്മാക്ക് വരെ കിട്ടി. എടി നമ്മുടെ കല്യാണത്തിന് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് 2 ബർത്ത്ഡേക്ക് ഷൂർഫീസിൻ്റെ ഗിഫ്റ്റ് നല്ല മതിയോളം മുട്ടയൊക്കെ ഷൂർഫീസിൻ്റെ വക കേട്ടോ. നമ്മളെ സ്നേഹ നൻപനാണ്. സന്തോഷട്ടോ നിങ്ങട്ട് വിളിച്ചിട്ട് അതും ചോദിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും മക്കളെ ഷൂർഫിൽസിനോട് കേട്ടോ ബിഗ് താങ്ക്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ മുട്ടായി കൊടുക്കലോ ഉമ്മാക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റോ ഉപ്പാക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റോ ലവേഴ്സിന് കൊടുക്കേണ്ട ഗിഫ്റ്റോ ആർക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് ആയാലും മക്കളെ നേരെ നമ്മളെ പെരിന്തൽമണ്ണ ഉണ്ട്, അതുപോലെ തന്നെ മഞ്ചേരി ഉണ്ട്, പിന്നെ കോട്ടക്കലുണ്ട്, പിന്നെ ഇവിടെ എന്താ വയനാടത്തിൻ്റെ മുന്നിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട്. എന്തായാലും ഉണ്ട്. ഓക്കെ കമൻറ്റ് കേട്ടോ എന്താ വെച്ചാൽ. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും നമുക്ക് പക്ക ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 5000 രൂപ കൊണ്ട് പോയി 5000 രൂപയിൽ മുട്ട അടിക്കണമെങ്കിൽ ശരിക്കും 4000 രൂപ ഉണ്ടാവുള്ളൂ. 1000 രൂപയ്ക്ക് നല്ല ലാഭമാണ്. അത്ര സത്യം അങ്ങനെയും പറയാം അല്ലേ? അപ്പൊ എന്തായാലും മോനെ ഇവിടെ ഒരാൾക്ക് ചൂടെടുത്തിട്ട് എന്നെ കരച്ചിൽ വെച്ചിട്ടാ കാര്യം കണ്ടപ്പോ ചോട്ടിലോള് മിടിക്കുക. ചോട്ട് മിടിയത് എന്താ നോക്കട്ടോ ഓള്. അപ്പൊ എന്തായാലും പെരുന്നാളിനായിട്ട് ഉമ്മാക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് വരട്ടോ. ഓക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചു ഷോർട്ട് ഫിൽസിന്റെ. എന്തായാലും ഷിബ് ഇങ്ങനെ തുറക്കുക ഇവിടെ എമ്മി മോളെ. ഘട്ടത്തിലുള്ളത് നമ്മൾ ഡയറി മിൽക്കിൻ്റെ ഒരു ഇത് കേക്കറുണ്ട്, കിക്കേറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു നിസ്കാര കുപ്പായി, പിന്നെ ഖുർആൻ എന്തായാലും ഇതുവരെ തുറന്നില്ല. ഓക്കെ മുട്ട എന്ന് പറയുന്ന മക്കളെ പക്ക മുട്ട കേട്ടോ. റഷിയെ ഓ കുഴപ്പമില്ലേ? എങ്ങനെ അനക്കളഞ്ഞപ്പോ ആണോ? അപ്പൊ മക്കളെ ഇങ്ങനെ വീട്ടിലത്തെ പരിപാടിക്കും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോയിൽ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളെ ഇതൊക്കെ വന്നതാണ്. അപ്പം എന്തായാലും പെരുന്നാൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ഇത്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ പെരുന്നാൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഫുഡ് ചോറും കഴിച്ച് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു 2 ഫോട്ടോസ് എടുത്ത് സ്റ്റാറ്റസ് ഇല്ല. അതാണ് നമ്മുടെ പെരുന്നാൾ. പിന്നെ ഞങ്ങൾ ചെറിയ പാട്ടും പരിപാടിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചൊരു വല്ലപ്പോഴും ഒന്ന് കുലിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇൻഷാല്ലാ വലിയ പെരുന്നാൾക്ക് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ സോങ് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതും പറ്റിയില്ല. ഇൻഷാല്ലാ അതൊക്കെ വലിയ പെരുന്നാൾക്ക് നമ്മൾ പകരം വീട്ടിലാണ് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പെരുന്നാളായിട്ട് നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ജാനുദിരിക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ വീട്ടിൽ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മളെ വീട്ടിൽ ഫുഡ് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചിന്തത് ഇപ്പോൾ നമ്മൾ ഇതുമില്ലാതെ എത്ര ആൾക്കാരുണ്ടാവും വീട്ടിലിപ്പോൾ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എത്രയായാലും നമ്മൾ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും അതും വയ്ക്കാൻ പറ്റാത്ത എത്ര ആൾക്കാർ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. കാരണം എന്തായാലും കിട്ടില്ല ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വാപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വാപ്പ സീനാണ് വീഡിയോ എടുക്കുന്നതിനൊക്കെ. എന്നാലും നമ്മുടെ വ്ളോഗേഴ്സിന് നമ്മൾ അപ്ഡേഷനുകൾ കാണിക്കണമല്ലോ, കാരണം അതാക്കിയത്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ. എന്നിട്ട് എല്ലാവരും എന്തായാലും ഇൻഷാല്ലാ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെയും വീട്ടിലെന്താ ഫുഡ് ഉണ്ടാക്കുന്നതിന് കമൻറ്റ് വേണം. അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ രണ്ടും തന്നെ ട്രിപ്പ് എങ്ങോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർ ഊട്ടി അങ്ങനെ പലയിടത്തും ട്രിപ്പ് പോകുന്നില്ല, ഒക്കെ എവിടേക്കാണ് പോകുന്നില്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ഫസ്റ്റ് കാണുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഇൻഷാല്ലാ 25K അല്ല 50K ആക്കണം ഫോളോവേഴ്സ്. അപ്പോൾ ഇൻഷാല്ലാ ഉറപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ കാണുന്നതിനും ബൈ. ഹിദ് മുബാറക്.